ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല. അഗ്നിനേത്ര ഭാഗം 44. വേദന എടുത്ത വിരലിൽ ഊതിക്കൊണ്ടിരിക്കുന്നവളെ കാണുകെ അഗ്നി അവളുടെ വിരൽ നീട്ടിപ്പിടിച്ച് അതിൽ അമർത്തി ചുംബിച്ചിരുന്നു. അവൻ്റെ പ്രവൃത്തിയിൽ ആദ്യം ഞെട്ടിപ്പകച്ചവൾ പിന്നീട് അവൻ്റെ ചുടികളിൽ നിന്നും ലഭിച്ച അനുഭൂതിയിൽ സ്വയം വേദന മറന്നു. ആ സന്ദർഭത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അവൾ മറന്നുപോയി. എന്നാൽ തന്നെ ചുംബിച്ചവനോട് തനിക്ക് വെറുപ്പ് തോന്നുന്നില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. മുഖം ഉയർത്തി നോക്കിയ അഗ്നിക്ക് നേത്രയുടെ കിളി പോയ നിൽപ്പ് കണ്ടതും ചിരി വന്നു. അവൻ അവളുടെ വിരലിൽ നിന്നുമുള്ള പിടിവിട്ട് അകന്നു നിന്നു. ശേഷം പതുക്കെ പിന്നിലേക്ക് നടന്നു. വാതിൽ അവിടെ എത്തി നോക്കിയപ്പോഴും നച്ചുവിൻ്റെ നിൽപ്പ് കണ്ട് അഗ്നിയെ ചിരി വന്നു. ഞാനൊരു ഉമ്മ വെച്ചപ്പോഴേക്കും ഇവളുടെ ബോധം പോയോ? സ്വയം ചോദിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വാതിൽ വലിച്ചടച്ചു. ആ ശബ്ദം കേട്ടാണ് നച്ചുവിന് സ്വബോധം തിരിച്ചു കിട്ടിയത്. മുന്നിൽ അഗ്നിയെ കാണാഞ്ഞതും അവൾ പരിഭ്രമത്തോടെ തനിക്ക് ചുറ്റും നോക്കി. കുറച്ചു മുന്നിൽ നടന്നത് സ്വപ്നമാണോ എന്ന് അവൾക്ക് തോന്നി. ചുവന്നു കിടക്കുന്ന വിരൽ അവളിൽ സംശയമുണ്ടാക്കി. പക്ഷേ ഇപ്പോഴും വിരലിൽ അനുഭവപ്പെടുന്ന ചെറുനോവും അവൻ്റെ ചുടികളുടെ ചൂടും നടന്നത് സത്യം തന്നെയെന്നവൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷേ കുറച്ചു മുന്നേയുള്ള അവൻ്റെ സംസാരവും അവൻ്റെ കണ്ണുകളിൽ കണ്ട ഭാവവും എന്തോ അത് വിശ്വസിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു അടുപ്പം അഗ്നിക്കൊരിക്കലും തന്നോട് തോന്നാൻ പോകുന്നില്ല എന്നവൾ വിശ്വസിച്ചു. ആളുടെ കൺമുന്നിൽ താൻ അനാമികയെ പോലെ ഒരു പെണ്ണാണ്. അതുകൊണ്ടാണല്ലോ ഒരു വിലയും നൽകാതെ ഈ താലി തനിക്ക് കെട്ടിത്തന്നത്. കഴുത്തിൽ കിടക്കുന്ന താലി കാണും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണ് നിനക്ക് ഈ വിഷമം? നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം മാത്രമല്ലേ ഈ താലി നിനക്ക്? അതോ നീയും ഇതിന് വില നൽകി തുടങ്ങിയോ? അവളുടെ മനസ്സാക്ഷിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിന്നുപോയി അവൾ. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് മുന്നിലേക്ക് നോക്കി. അകത്തേക്ക് കടന്നു വരുന്ന അഗ്നിയെ കണ്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവൾക്ക് പ്രയാസം തോന്നി. അവനോട് തെറ്റു ചെയ്യുന്നു എന്നൊരു കുറ്റബോധം ഉള്ളിൽ നിറയുന്ന പോലെ. എന്നാൽ അവളെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ കാരണം അറിയാതെ നിൽക്കുകയായിരുന്നു അഗ്നി. താൻ ഇവിടെ നിന്നും പോയി നിമിഷങ്ങൾക്കകം വിഷമിക്കാൻ മാത്രം എന്തായിരിക്കും അവൾ ആലോചിച്ചിട്ടുണ്ടാകുക? അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭൂതകാലത്തെ പറ്റിയാവും എന്ന് തോന്നിയതും അവൻ കണ്ണടച്ച് ഒന്ന് നിശ്വസിച്ചു. ശേഷം അവൾക്ക് മുന്നിൽ ചെന്ന് നിന്നു. SK ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്തു നീ? പെട്ടെന്നുള്ള അഗ്നിയുടെ ചോദ്യം കേട്ടതും അവൾ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. മിസ്സിസ് നേത അഗ്നിദത്ത് വർമ്മ, ഇത് ഓഫീസാണ്. സ്വപ്ന കാണലൊക്കെ വീട്ടിൽ വെച്ചിട്ടാവാം. വേഗം ഞാൻ പറഞ്ഞ മെയിൽ അയക്കേ. അവളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും താൽക്കാലിക ആശ്വാസം നൽകാൻ അവളെ ജോലിയിലേക്ക് എൻഗേജഡ് ആക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഗൗരവത്തോടെ അഗ്നി പറഞ്ഞു. സോറി സർ, ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം. അഗ്നിയുടെ സംസാരം കേട്ടതും അവൾക്ക് ദേഷ്യം വന്നെങ്കിലും കടിച്ചു പിടിച്ചു. കുറച്ചു മുന്നേ കണ്ട ഭാവമേ അല്ല, ഇപ്പോൾ ആ കണ്ണുകളിൽ പോലും ഗൗരവമാണ്. ഓന്ത് നിറം മാറുമോ ഇതുപോലെ? അവൾ മനസ്സിൽ ഞൊടിഞ്ഞു. എന്നാൽ അവൻ്റെ പേരോട് ചേർത്ത് അവളുടെ പേര് അവൻ വിളിച്ചു കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ നിറയുന്നത് അവൾ മനസ്സിലാക്കി. അതേ ചിരിയോടെ അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൻ്റെ ശബ്ദം അവളെ പിടിച്ചു നിർത്തി. നീ ഇത് എങ്ങോട്ടാ പോകുന്നേ? അഗ്നിയുടെ ചോദ്യം കേട്ടതും മനസ്സിലാവാത്ത പോലെ നേത്ര അവനെ നോക്കി. സാറല്ലേ പറഞ്ഞത് മെയിൽ അയക്കാൻ? എൻ്റെ സീറ്റിലേക്ക് ചെല്ലാതെ ഞാൻ എങ്ങനെ അയക്കുന്നേ? അവളുടെ മറുപടി കേട്ടതും അവൻ അവൾക്ക് മുന്നിൽ കൈ കെട്ടി നിന്നു. അതെ, സീറ്റിലേക്ക് പോകണം. പക്ഷേ ഇനി മുതൽ നിന്റെ സീറ്റ് പുറത്തല്ല, ദാ ഇവിടെ എൻ്റെ ക്യാബിനിലാണ്. അഗ്നി പറഞ്ഞതും അവൾ ഞെട്ടി. പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നു. അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് എവിടെയായിരുന്നോ അവിടെ തന്നെ ഇരുന്നോളാം. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവളെ അഗ്നി കയ്യിൽ പിടിച്ച് വലിച്ച് അടുത്തുള്ള ചുവരിലേക്ക് ചേർത്ത് നിർത്തി. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ തടിച്ചു നിന്നു. കുറച്ചു മുന്നേ തന്നെ പൊതിഞ്ഞ ഗന്ധം അവളെ വീണ്ടും തേടിയെത്തിയതും അവളെ ദേഹം തളർന്നു. അവൻ്റെ സമീപ്യം അവളെ ദേഹത്ത് വിറയിലുണ്ടാക്കി. മുഖത്ത് നിമിഷ നേരം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞു. അവളുടെ പതർച്ചയും പിടച്ചിലും അഗ്നിയിൽ പുഞ്ചിരി വിരിയിച്ചു. അതെ, ഇതെൻ്റെ ഓഫീസാണ്.
ഇവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. പോയി നിന്റെ ബാഗ് എടുത്തു വന്ന് നല്ല കുട്ടിയായി ഇവിടെ ഇരുന്ന് പണിയെടുക്ക്. ഞാൻ വരില്ല. പേടിയുണ്ടെങ്കിലും തോൽക്കാൻ മനസ്സിലാത്ത പോലെ അവൾ പറഞ്ഞു. അത് കേട്ടതും അവൻ അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഈ തവണ അവൾ പൂർണ്ണമായും തളർന്നു. അവൻ്റെ ശരീരം അവളിലേക്ക് ചേർന്നതും പല മാറ്റങ്ങളും തന്നിലുണ്ടാവുന്നത് അവൾ അറിഞ്ഞു. ശ്വാസം പോലും നിലച്ചു പോകും എന്നവൾക്ക് തോന്നി. നെഞ്ചിടിപ്പ് ഉയർന്നു. അവൻ്റെ കണ്ണുകളിൽ അവൾ അടിമപ്പെട്ടു നിന്നു. വരില്ലേ നീ ഞാൻ വിളിച്ചാൽ? അഗ്നി ചോദിച്ചതിന് യാന്ത്രികമായി അവൾ തലയാട്ടി. ഡാ. പെട്ടെന്ന് ശബ്ദം കേട്ടതും അഗ്നിയും നച്ചുവും ഞെട്ടി അകന്നു മാറി. വാതിൽക്കൽ തങ്ങളെ കലിപ്പോടെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ടതും രണ്ടുപേരിലും ജാളിത നിറഞ്ഞു. എന്താ ഇവിടെ? ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ല, ഓഫീസാണെന്ന ബോധം ഇല്ലാണ്ടായോ രണ്ടിനും? ഗൗരവത്തോടെ കാശി ചോദിച്ചതും നച്ചു രണ്ടുപേരെയും നോക്കാതെ പുറത്തേക്ക് പോയി. കാശി അഗ്നിക്കടുത്തേക്ക് വന്ന് അവൻ്റെ വയറിനിട്ട് പഞ്ച് ചെയ്തു. ഔ, എന്തിനാണ് കോപ്പേ എന്നെ ഇടിക്കുന്നേ? വയറ് പൊത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ അഗ്നി ചോദിച്ചതും ഒന്നുകൂടി കൊടുത്തു കാശി. നിനക്കറിയില്ല അല്ലടാ? എന്തൊക്കെയായിരുന്നു? അവളെ ഭാര്യയായി കാണില്ല, നിനക്ക് യോഗ്യതയില്ല, എന്നിട്ട് അവൻ അവളെ ഉമ്മിക്കാൻ നിൽക്കുന്നു. കാശി പറഞ്ഞു കേട്ടതും ചെറുചിരിയോടെ അഗ്നി അവനെ നോക്കി. എൻ്റെ പൊന്നു കാശി, ഇവിടെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അവളോട് ഇനി എൻ്റെ ക്യാബിനിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൾ കൊടുക്കത്തെ ജാട അതൊന്നും മാറ്റിക്കൊടുത്തതാ. നീ നോക്കിക്കോ, 5 മിനിറ്റിൽ അവൾ ബാഗും എടുത്ത് ഇവിടെ ഹാജർ വെച്ചിരിക്കും. പറഞ്ഞു നിർത്തിയതും വാതിൽ കൊട്ടുന്ന ശബ്ദം കേട്ടതും അഗ്നി കാശിയെ നോക്കി ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ നിനക്ക്? ഇവിടെ നീ വിചാരിച്ചതല്ല നടന്നതെന്ന്. അത്രയും പറഞ്ഞ് അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തതും മുഖം കയറ്റിപ്പിടിച്ച് കാശിയെ പോലും നോക്കാതെ നേത്ര അവിടെയുള്ള കമ്പ്യൂട്ടർ ടേബിളിൻ്റെ ചിറ നീക്കിയിട്ടിരുന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് തൻ്റെ പണി തുടങ്ങി. അത് കണ്ടതും അഗ്നിയുടെ ചുടികളിൽ നിറപുഞ്ചിരി വിരിഞ്ഞു. നച്ചുവിൻ്റെയും അഗ്നിയുടെയും ഭാവങ്ങൾ കണ്ട് കാശിയുടെയും മനസ്സ് നിറഞ്ഞു. കാലങ്ങൾ പോകെ മനസ്സിലെ മുറിവുകൾ പരസ്പരം മരുന്നാകാൻ അവർക്ക് സാധിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. കുറച്ചു നേരം അഗ്നിയോട് സംസാരിച്ചതിന് ശേഷം കാശി നച്ചുവിനടുത്ത് ചെന്നിരുന്നു. ആദ്യം പരിഭവം കാണിച്ച് മിണ്ടാതെ ഇരുന്നെങ്കിലും പിന്നെ പതിയെ അഗ്നിയെ പറ്റിയുള്ള കുറ്റങ്ങൾ അവൻ കേൾക്കാത്ത രീതിയിൽ കാശിയോട് അവൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നവൻ്റെ ചുടികളിൽ അപ്പോഴും ചെറുചിരിയുണ്ടായിരുന്നു. ഓഫീസിൽ നിന്നും ഇറങ്ങി വീടെത്തുന്നത് വരെ അഗ്നിക്കും നച്ചുവിനുമിടയിൽ സംസാരമൊന്നും ഉണ്ടായില്ലെങ്കിലും ഡ്രൈവിങ്ങിനിടയ്ക്ക് അവൻ്റെ നോട്ടം തന്നിലേക്ക് എത്തുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ പെരുമാറ്റത്തിൽ ഇത്രയും നാളും ഇല്ലാതിരുന്ന ഒരു മാറ്റം വരുന്നത് പോലെ അവൾക്ക് തോന്നി. ഇന്ന് ക്യാബിനിലിരിക്കുമ്പോഴും പലപ്പോഴും മുഖം ഉയർത്തി നോക്കുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ അവൾ കണ്ടിരുന്നു. ഇത്രയും ദിവസം തന്നെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഉടലെടുക്കുന്ന വെറുപ്പോ ദേഷ്യമോ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ട്? അവൻ്റെ മാറ്റം അവളിൽ ചെറിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കി. വീട്ടിലേക്ക് കയറിയതും തങ്ങളെ കാത്തുന്ന പോലെ ഹാളിലെ സോഫയിലിരിക്കുന്ന ലതയെയും അനാമികയെയും കണ്ടതും നേത്രയുടെ മുഖത്ത് സംശയം നിറഞ്ഞു. അവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വന്നു. അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അഗ്നി മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് ആർത്തിയോടെ നോക്കി നിന്നു അനാമിക. അത് കൃത്യമായി നേത്ര കാണുകയും ചെയ്തു. അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. മോളെ. ലതയുടെ വിളി കേട്ട് നേത്ര ഞെട്ടി അനാമികയിൽ നിന്നും കണ്ണുകൾ മാറ്റി അവരെ നോക്കി.